സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിത്തുകൾ പാകി പുതിയ പ്രതീക്ഷയിലേക്കുള്ള പ്രത്യാശയുടെ വാതിൽ തുറന്ന് ഭൂമിയെ സ്വർഗമാക്കാൻ വീണ്ടും ഒരു ക്രിസ്മസ് വരവായി. ബിൻമൂൺ ട്രേഡിംഗ് പ്രസൻസ് BMC ഗ്ലോറിയ 2024 മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സന്ദേശം നൽകാനായി എത്തിയിരിക്കുന്നത് മനമ സേക്രഡ് ഹാർട്ട് ചർച്ചിൻ്റെ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോൺ ബ്രിട്ടോ ആണ്. എത്രയും സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു ക്രിസ്മസ് കാലം കൂടി വരവായി. ക്രിസ്മസിൻ്റെ ധ്യാന ചിന്തകളിലൂടെ നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാനായിട്ടുള്ള ഒരു കാലം കൂടിയാണ് ഈ ക്രിസ്മസ്. ഈ ക്രിസ്മസിൽ നമ്മൾ ഒരുപാട് ചിന്തകളും ഒരുപാട് കാര്യങ്ങളെ നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. അതിലേറ്റവും മനോഹരമായ ചിന്ത എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ടുള്ളത് മാലാഖമാരെ കുറിച്ചാണ്. ഈ ക്രിസ്മസിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നതും മാലാഖമാർക്കാണ്. കാരണം ദൈവത്തിൻ്റെ അവതാരം ഈ ലോകത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് മാലാഖയാണ്. മറിയത്തിന് മുമ്പിൽ ഗബ്രിയേൽ മാലാഖ ദൈവത്തിൻ്റെ വചനങ്ങളുമായിട്ട് കടന്നു വരുന്നു. യൗസേപ്പിൻ്റെ അടുക്കലേക്ക് അവൻ സംശയവുമായിട്ട് നിൽക്കുമ്പോൾ അവൻ്റെ അടുക്കലേക്കും മാലാഖ കടന്നു വരുന്നുണ്ട്, അവൻ്റെ സംശയ നിവാരണം വരുത്തുവാനായിട്ട്. ദൈവത്തിൻ്റെ പിറവി ഈ ലോകത്തിൽ ആദ്യമായിട്ട് ഇടയന്മാരോട് അറിയിച്ചതും മാലാഖമാരായിരുന്നു. അങ്ങനെ മാലാഖമാരുടെ റോളെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ് ക്രിസ്മസിൽ നമുക്കുള്ളത്. അതുകൊണ്ട് ഈ മാലാഖമാരെ ധ്യാനിക്കുന്നതും ഉചിതമാണ്. ഒരിക്കൽ എൻ്റെ ഓഫീസിൽ കടന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ എന്നോടായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. അച്ഛൻ മാലാഖയെ കണ്ടിട്ടുണ്ടോ? പെട്ടെന്ന് എനിക്ക് അവനോട് ഉത്തരം കൊടുക്കുവാൻ സാധിക്കാതെ അല്പം നിശബ്ദനായി. എന്നിട്ട് അവനോട് ഉത്തരം കൊടുത്തു, ഞാൻ മാലാഖയെ കണ്ടിട്ടില്ല. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ മാലാഖയെ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് ഒരു ആശ്ചര്യം തോന്നി, ഇവൻ എങ്ങനെയാണ് മാലാഖയെ കാണുന്നത്? ഒരു വൈദികനായ ഞാൻ ഇതുവരെ ഈ മാലാഖയെ കണ്ടിട്ടില്ല, എന്നാൽ ഒരു സാധാരണ ചെറുപ്പക്കാരനായി ഇവൻ മാലാഖയെ കണ്ടു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്നുള്ളിൽ ഒരു ആശ്ചര്യം തോന്നി. ഞാൻ അവനോട് ചോദിച്ചു, നീ എങ്ങനെയാണ് മാലാഖയെ കണ്ടത്? നീ എവിടെയാണ് മാലാഖയെ കണ്ടത്? നീ എപ്പോഴാണ് മാലാഖയെ കണ്ടത്? അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ കണ്ട മാലാഖ എൻ്റെ ഭാര്യയാണ്. പെട്ടെന്ന് ഞാൻ അവനോട് ചോദിച്ചു, നിന്റെ ഭാര്യയ്ക്ക് എങ്ങനെയാണ് ഒരു മാലാഖയായിട്ട് മാറാനായിട്ട് സാധിച്ചത്? നിന്റെ ഭാര്യ എങ്ങനെയാണ് ഒരു മാലാഖയായി മാറിയത്? എന്നിട്ട് ഇവൻ എന്നോട് ഇങ്ങനെ പറയാൻ തുടങ്ങി, ഇന്ന് ഈ കാണുന്ന ഞാനായിരുന്നില്ല എൻ്റെ പഴയ ജീവിതത്തിലെ ഞാൻ. എൻ്റെ പഴയ ജീവിതത്തിൽ ഞാൻ ഒരുപാട് മ്ലേച്ഛമായൊരു ജീവിതം നയിച്ചവനായിരുന്നു. സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ ഒരു ബാധ്യതയായിട്ട് മാറിയവൻ, എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവൻ, മദ്യപിച്ച് വഴിയിൽ കിടക്കുന്നവൻ, ആർക്കും കൊള്ളാത്തവനായിട്ട് ജീവിച്ചൊരു കാലം. ആ കാലഘട്ടത്തിൽ എന്നോടൊപ്പം നിന്നത് എൻ്റെ ഭാര്യയാണ്. എനിക്ക് വേണ്ടി കരം വിരിച്ച് പ്രാർത്ഥിച്ചത് എൻ്റെ ഭാര്യയാണ്. എനിക്ക് വേണ്ടി ഒരുപാട് ധ്യാന കേന്ദ്രങ്ങൾ കയറി ഇറങ്ങിയത് എൻ്റെ ഭാര്യയാണ്. ഒരുപാട് എനിക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചത് എൻ്റെ ഭാര്യയാണ്. ഈ ഭാര്യയാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾക്കൊക്കെയും കാരണമായത്. അതിനാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട മാലാഖ എൻ്റെ ഭാര്യയാണ് എന്ന് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു തീർക്കുകയായിരുന്നു. അതേ പ്രിയ സഹോദരങ്ങളെ, ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും മാലാഖയാകുവാനായിട്ടുള്ള ഓരോ അവസരങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഓരോ കുഞ്ഞും ഈ ലോകത്ത് ജനിച്ചു വീഴുന്നത് ഒരു കുഞ്ഞു മാലാഖയായിട്ടെന്നാണ്. ഒരു കുഞ്ഞു മാലാഖയായിട്ട് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും പിന്നീട് തൻ്റെ ജീവിതത്തിൻ്റെ പരിണാമങ്ങൾ സംഭവിക്കുമ്പോൾ ആ മാലാഖയുടെ പരിവേഷം നഷ്ടപ്പെട്ടുകൊണ്ട് പല വേഷങ്ങളും അണിയുന്നവരായിട്ട് മാറുന്നു. എവിടെയാണ് നമ്മുടെ മാലാഖ എന്ന ആ ഒരു സുകൃതത്തിന് നഷ്ടം വന്നു പോയത്? അപ്പോൾ ഈ ക്രിസ്മസ് നമ്മെ ആ ധ്യാനത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിന്റെ ഉള്ളിൽ ഒരു മാലാഖയുടെ പരിവേഷമുണ്ട്. ആ മാലാഖയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് സദ്വാർത്ത നൽകുന്നവരാകുവാൻ, മറ്റുള്ളവർക്ക്
കൃപ നൽകുന്നവരാകുവാൻ, മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നവരാകുവാനായിട്ടുള്ള ആ മാലാഖയുടെ പരിവേഷം അണിയുവാനായിട്ട് ഈ ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓർക്കുക, മറിയത്തിന് മുൻപിൽ കടന്നു ചെന്ന് ദൈവത്തിന്റെ വചനം കൊടുത്തത് മാലാഖയായിരുന്നു. ജോസഫിന്റെ സംശയം നിവാരണം വരുത്തിയത് മാലാഖയായിരുന്നു. ദൈവത്തിന്റെ സന്ദേശം, ദൈവത്തിന്റെ പിറവി ലോകത്തെ അറിയിച്ചത് മാലാഖയായിരുന്നു. അങ്ങനെ മാലാഖമാരാകുവാനായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ സുഹൃതങ്ങൾ നമുക്ക് നഷ്ടപ്പെടുത്താതെ ആ മാലാഖമാരുടെ നൈർമല്യങ്ങൾ നമുക്ക് സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു ചൊല്ലുണ്ട്. നമ്മൾ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മാലാഖമാരെ പോലെ പ്രാർത്ഥിക്കും, എന്നാൽ ദേവാലയം വിടുമ്പോൾ നമ്മൾ പിശാചിനെ പോലെ പെരുമാറുമെന്ന്. അതെ പ്രിയ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളതും അത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ മാലാഖയുടെ പരിവേഷങ്ങൾ അണിയുന്നവരാകുവാനായിട്ട്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമുക്ക് മാലാഖമാരായി, അവർക്ക് വഴികാട്ടുന്നവരായി, അവർക്ക് കൃപ നൽകുന്നവരായി, അവരുടെ ബലപ്പെടുത്തുന്നവരായി മാറുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ഈ ക്രിസ്മസിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും നല്ല മാലാഖമാരായിട്ട് ഈ ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവം ജോൺ ബ്രിട്ടോ കപ്പുച്ചിൻ. ഒരു ചെറുകഥയിലൂടെ വളരെ മനോഹരമായ ഒരു സന്ദേശം നമുക്കായി നൽകിയ റവറൻഡ് ഫാദർ ജോൺ ബ്രിട്ടോയ്ക്ക് ബഹറിൻ മീഡിയ സിറ്റിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു സന്ദേശവുമായി നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ഷിനോയ് പുളിക്കൻ.